പാലക്കാട് നെന്മാറയിൽ ഇരട്ടക്കൊലപാതകമുണ്ടായിടത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. പ്രതി ചെന്താമരയ്ക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല എന്ന് നാട്ടുകാർ പറയുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും. ആ സംഭവ സ്ഥലത്തുണ്ട് സൂരജ് സജി. സൂരജ്, അതിൽ നാട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. തന്നെയുമല്ല, ഈ കൃത്യത്തിന് ശേഷം പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തല്ലോ. എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത്? പോലീസിനെതിരെയാണോ പ്രതിഷേധം? പാലക്കാട് നെന്മാറയിൽ ഇരട്ടക്കൊലപാതകമുണ്ടായിടത്ത് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. അവർ പറയുന്നത് ഈ പ്രതി ചെന്താമരയ്ക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസ് അത് ഗൗരവമായി എടുത്തില്ല, അതിൽ നടപടിയുണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. തന്നെയുമല്ല, പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ നെല്ലിയാമ്പതി മലനിരകളിലേക്കാണ് ഓടിക്കയറിയത്. അവിടെ കാട്ടിൽ അയാൾ ഒളിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നു. നേരത്തെ ഇയാൾ 2019 ഒരു കൊലപാതകം നടത്തിയപ്പോഴും ഏതാണ്ട് അതേ ഭാഗത്ത് തന്നെയാണ് ഒളിച്ചത്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, എന്താണ് നാട്ടുകാരുടെ പരാതി? ഈ പ്രതിയെ പിടികൂടിയില്ല എന്നതാണോ, അതല്ല ഇയാൾക്കെതിരെ പരാതിപ്പെട്ടിട്ടും പോലീസ് അത് ഗൗരവമായി എടുത്തില്ല എന്നാണോ ആ പരാതി? വിജയകുമാർ, എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഇരട്ടക്കൊലപാതകം നടന്ന വീട് അവിടെയാണ്. അതിന് സമീപത്തെ വീട്ടിലാണ്. ഇവരുടെ ബന്ധുക്കളടക്കം ഇവിടെ ഉണ്ട്. വലിയ രീതിയിൽ ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇവര് എല്ലാവരും ഉള്ളത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, ആലത്തൂർ ഡിവൈഎസ്പിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. മകളാണ്. ചേച്ചി, എന്താ പറ്റിയത്? എന്തായിരുന്നു? ഞാൻ അച്ഛനും കൂടി ക്ഷേമനിധി കെട്ടാൻ വേണ്ടി പോവാൻ നിൽക്കായിരുന്നു. അച്ഛനെ ഞാൻ സ്റ്റാൻഡ് എത്തിയിട്ട് കുറെ വിളിച്ചു എടുത്തില്ല. അപ്പൊ വണ്ടി ഓട്ടിക്കായിരിക്കും പറഞ്ഞിട്ട് വിട്ടു. എന്നിട്ട് വിനിത ചേച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് വാ, പെട്ടെന്ന് വീട്ടിൽ പോണം പറഞ്ഞു. അച്ഛക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ നടക്കുന്ന. അയാൾ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്താണ്. നാട്ടുകാരും കൊടുത്തു, നാട്ടുകാർ പറ്റുള്ളവരുണ്ട്, ഞാനും പോയി കൊടുത്തു. അയാളും പിന്നെയും അതിൻ്റെ ഉള്ളിൽ ഇരുത്തി വളർത്തുന്നുണ്ട്. ഇനിയും എന്താ ഇത് കഴിഞ്ഞാൽ ജയിലിലേക്ക് പോകും, അതേപോലെ തിരിച്ചിങ്ങോട്ട് വരും. ഇനി ചിലപ്പോൾ പുഷ്പ ചേച്ചിയായിരിക്കും, അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇനി ചിലപ്പോൾ ഞാനായിരിക്കും. ഇനി ഞാനല്ലോ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ കൂടെ ഓടി വരുന്നത്. ഇന്നലെ എന്താ എനിക്ക് വരാൻ പേടി പറഞ്ഞിട്ട് ഞാൻ വരാണ്ടിരുന്നാണ്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ അങ്ങനെ കടക്കുണ്ടാവില്ല. 29-ാം തീയതി ഞാൻ പോയി പരാതി കൊടുത്തു. അതിന് മുൻപ് ഈ പുഷ്പ ചേച്ചി അപ്പുറത്തെ വീട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുഷ്പ ചേച്ചി പോയി പറയുന്നുണ്ട്. 2 കൊല്ലം കൂടുമ്പോൾ പോലീസ് മാറണു പറഞ്ഞിട്ട് അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല പറഞ്ഞു. അയാളും ചോദിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. എന്ത് ചോദിച്ചിട്ട് രാവിലെ കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇതാക്കി. അതേപോലെ വൈകുന്നേരത്തെ അയാൾ വന്നു. ഇനി എന്താ, എൻ്റെ അച്ഛൻ പോയി, അച്ഛമ്മയും പോയി, എന്ത് ഇനി ആൾക്കാർക്ക് പോയി, ഇനി ഞാനാണ് തോന്നുന്നു. ഇനി അയാളെ 4 കൊല്ലം ജയിലിലിരുത്തിയിട്ട് പിന്നെയും വിടി. എന്നിട്ട് ഇവിടുത്തെ ഓരോരുത്തർ ആൾക്കാരിനെ കൊന്നുകൊണ്ടേ ഇരിക്കും. അതല്ലേ നടക്കാൻ പോണത് ഇവിടെ. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇയാൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയായിരുന്നോ? അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഓരോന്നോരോന്നും അവിടെ ആക്കുന്നുണ്ട്. എനിക്ക് പേടിയായിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരിക്കണില്ല. നിങ്ങൾ പരാതി കൊടുത്തിരുന്നു? ഞാൻ 3 പ്രാവശ്യം പോയി സാറേ പരാതി പറഞ്ഞു. 3 പ്രാവശ്യം പെറ്റീഷൻ എഴുതി ഇവിടെ എല്ലാവരും ഒപ്പിട്ട് പോയി. പിന്നെ 2 പ്രാവശ്യം പോയപ്പോൾ അവർ പറഞ്ഞു നിന്നെ കൈ കൊണ്ട് കാണിക്കണം, കാല് കൊണ്ട് കാണിക്കണം, കണ്ണാടി ഒന്നും ചെയ്യണില്ലല്ലോ, അയാളുടെ പട്ടി ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പോകാ പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് കൊന്നതാണ്. 5 വർഷം മുന്നേ ഈ കുട്ടിൻ്റെ അമ്മനെ കൊന്നതാ. അപ്പോഴും ഇതേപോലെ കൊണ്ടുപോയി ജയിൽ ശിക്ഷ കഴിഞ്ഞ് 2 മാസമായി അയാൾ ഇവിടേക്ക് വന്നപ്പോൾ അയാൾക്ക് ഭീഷണി സ്വരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇവർ അയൽപക്കക്കാർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരുടെയൊക്കെ സൈൻ മേടിച്ച് കൊടുത്തപ്പോൾ ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു. അപ്പോൾ ആ പോലീസുകാർ പറയായിരുന്നു, അയാൾ എന്തെങ്കിലും നിങ്ങളെ ഭീഷണി സ്വരത്തിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താണ് അയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് അയാളുടെ വീട്ടിലേക്കല്ലേ വന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ചെയ്തിട്ടാണ് അയാൾ ലൈറ്റ് ഇടില്ല, രാത്രി ലൈറ്റ് ഒന്നും ഇടില്ല, ആ ജനാലിന്റെ ഉള്ളിൽ ഇങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ സൂരജിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്താണോ നാട്ടുകാർ ഈ തരത്തിൽ പരാതി കൊടുത്തത്? അതായത് ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഇയാൾ പ്രശ്നം ഉണ്ടാക്കുമെന്നൊരു പരാതി കൊടുത്തത്? എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരം വിഷയങ്ങൾ ഈ ജാമ്യം കൊടുക്കുന്ന ഘട്ടത്തിൽ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാത്തത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ സൂരജ്. ഇപ്പൊ 2-3 ജീവനല്ലേ പോയത്.
തീർച്ചയായും, അതായത് ഈ കൊല്ലപ്പെട്ട ആളുടെ മകളാണ് നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ 29-ാം തീയതി അടക്കം പോലീസിന് പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് ഇതിൽ ഒരു ഗൗരവമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ 2 വർഷമൊക്കെ കൂടുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മാറിപ്പോകുന്നു. അതിനുശേഷം ഇവർ ഈ പരാതിയുമായി, അതായത് ഇയാളെ സംബന്ധിച്ചുള്ള ആശങ്കയുമായി ഇത്തവണ ചെന്നപ്പോഴൊന്നും ഇവർ മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെയും ഇയാൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന, അല്ലെ, ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ആരുടെ അടുത്ത് എന്തൊക്കെയോ പറയേണ്ടി പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കണില്ല, എനിക്ക് അയാളെ കാണുന്നതേ പേടിയാണ്. അന്നൊരിക്കൽ ഞാൻ കഴിഞ്ഞ എപ്പോഴും ഞായറാഴ്ച വന്നിട്ട് എനിക്ക് രാത്രി ഉറക്കമൊന്നും ഇല്ലാണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ പോയതാണ്. ഇന്നലെ അച്ഛൻ വിളിച്ചിട്ട് വാ മകനെ പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല പറഞ്ഞിട്ടാണ് ഞാൻ പേടിച്ചിട്ട് വന്നില്ല. പേടിച്ചിട്ട് അയാളെ വന്നില്ല. അയാളുടെ അങ്ങനെയാണ് അയാള്. ഇനി ഓരോരുത്തരനെ കൊല്ലും പറഞ്ഞിട്ടോ. ജുമാർ, അത് തന്നെയാണ്. അതായത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പലതവണ ഈ പരാതിപ്പെട്ടതാണ്. പരാതിപ്പെട്ടെങ്കിൽ പോലീസ് അതിനകത്തൊരു മുഖവിലക്കെടുക്കുന്ന ഒരു നടപടി ഉണ്ടായില്ല. അതാണ് ഈ ഇത്തരം ഒരു ദാരുണമായ 2 ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും ഇദ്ദേഹം ഈ വീടിനകത്തിരുന്ന് പ്രതി ഇവരെ എല്ലാവരെയും നോക്കി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കത്തി കൊണ്ടൊക്കെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇവർ പറയുന്നത്.